നൂറ്റാണ്ടിലെ മഹാപ്രളയത്തിന്റെ നടുക്കുന്ന ഓർമ്മകളുമായി ചാലക്കുടി. അഞ്ചു മരണം, നിരവധി വീടുകളുടെ തകർച്ച, കോടിക്കണക്കിന് രൂപയുടെ കൃഷിനാശം. ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രളയത്തിന്റെ ഇരുണ്ട ദിനങ്ങളുടെ ഓർമ്മകൾ പങ്കിടുകയാണ് നാടും നഗരവും. ചാലക്കുടി പുഴയുടെ ഉത്ഭവ കേന്ദ്രങ്ങളായ എല്ലാ ഡാമുകളും നിറഞ്ഞു കവിഞ്ഞു. വനാന്തരത്തിലെ തമിഴ്നാട്ടിൽപ്പെട്ട ഡാമുകളുടെയും സ്ഥിതി മറിച്ചായിരുന്നില്ല. ഇതിനു പുറമെ 30ഓളം ഉരുൾപൊട്ടലുകളും നാടിന്റെ ഹൃദയം തകർത്തു. ചാലക്കുടിയുടെ 75% പ്രദേശവും പ്രളയം വിഴുങ്ങി. 2018 ഓഗസ്റ്റ് 15 രാവിലെ മുതലായിരുന്നു പ്രകൃതി കലിതുള്ളിയത്. തോരാമഴയിൽ ചാലക്കുടി പുഴ കരകവിഞ്ഞു. പിറ്റേ ദിവസവും പേമാരി പെയ്തിറങ്ങി. മുക്കിലും മൂലയിലും തട്ടിക്കൂട്ടിയ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും മലവെള്ളം ഇരച്ചെത്തി. രക്ഷാദൌത്യവുമായി മത്സ്യത്തൊഴിലാളികളും നാവികസേനയുടെ ഹെലികോപ്റ്ററുകളും രംഗത്തിറങ്ങി. ഓഗസ്റ്റ് 18 പുലർച്ചെ വരെ ദുരിതപ്പെയ്ത്ത് തുടർന്നു. ചാലക്കുടി താലൂക്ക് ആശുപത്രി പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങി. ശ്മശാനങ്ങൾ തകർന്നതിനാൽ മാസങ്ങളോളം മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ കഴിയാത്ത സ്ഥിതിയുമുണ്ടായി. ഈ സ്വാതന്ത്ര്യ ദിനത്തിലാണ് 2018 വെള്ളത്തിന്റെ സ്വാതന്ത്ര്യ ദിനാഘോഷം നടന്ന വലിയൊരു പാടാണിത്. ശരിക്കും പറയുകയാണെങ്കിൽ അതൊരു ഇപ്പോഴും നമുക്ക് ഓർക്കാൻ പറ്റാത്തൊരു ഭീകരതയാണ് ഉണ്ടായത്. ഒന്നും കാണാൻ പറ്റാത്തൊരു തെങ്ങൊന്നും കാണാൻ പറ്റാത്തൊരു രീതിയിൽ 2ാം നിലയ്ക്ക് മുങ്ങി അത്രയധികം വെള്ളം ഇവിടെ ഉണ്ടായിരുന്നു. വലിയൊരു പാടമുണ്ടത്. ഇത് ഇവിടുന്ന് പൂങ്കുടിപ്പാടം അവിടെ നിന്ന് തിരിഞ്ഞു പോകും, ഇവിടുന്ന് ചൗക്ക അങ്ങനെ ഭാഗത്തേക്ക് വേറെ പാടം പോകും. ഇത് നടന്നാൽ തന്നെ നമുക്ക് എത്തിച്ചു തരാൻ പറ്റില്ല. അപ്പോൾ അത്രയധികം വെള്ളം വന്ന് സ്റ്റോർ ചെയ്തിട്ട് ഫില്ല് ചെയ്തിട്ടാണ് വെള്ളം മുങ്ങുക. അങ്ങനെ വെള്ളം മുങ്ങണമെങ്കിൽ എത്രമാത്രം വെള്ളമാണ് നമ്മുടെ അന്ന് ചാലക്കുടിക്ക് വന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. 2019 പ്രളയ സമാനമായ അനുഭവമുണ്ടായി. പിന്നീട് ഒരു ഉൾക്കിടിലത്തോടെയാണ് ഓഗസ്റ്റ് മാസത്തെ ജനങ്ങൾ കണ്ടുവന്നത്. ഇക്കുറി കാലവർഷം ദുർബലമാണ്. എങ്കിലും കാറും കോളും നിറഞ്ഞ മനസ്സോടെയല്ലാതെ പിന്നിടുന്ന ദിനങ്ങളെ ചാലക്കുടിയിലെ ജനങ്ങൾക്ക് കാണാനാകില്ല. TCV ന്യൂസ്, ചാലക്കുടി.